അവസാനമായി ഹൃദയമറിഞ്ഞ് സന്തോഷിച്ച സന്ദർഭം എപ്പോഴാണെന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് ആലോചിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? എന്തേ സംഭവം? ഇന്നും ഇന്നലെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വളരെ സെറ്റായിട്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കതിലൊരു ഹാപ്പി മെമ്മറബിൾ മൊമെൻ്റ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വെച്ച് നമ്മുടെ ഉള്ളിൽ സെറ്റായി പോയൊരു കാര്യമാണ്. സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ, ലൈഫ് ഒന്ന് ജോയ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ മഹാസംഭവങ്ങളൊക്കെ നടന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ എവിടെയോ വെച്ച് ധരിച്ചു വെച്ച് പോയിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് നിൽക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ സംഭവങ്ങൾ എന്ന് പറയാവുന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടൊന്നുമല്ല, നിരന്തരം മഹാസംഭവങ്ങളൊക്കെ നടക്കാതൊന്നുമല്ല. അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള ജന്മനാ മനുഷ്യന് കിട്ടിയ ഒരു പ്രവണതയുണ്ട്. അതിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളത് മറന്നുപോയതാണ്. അപ്പോൾ അത് തിരിച്ചു പഠിക്കണം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ഒരൊറ്റ നന്മയെപ്പോലും നിസ്സാരമായി കാണരുതേ എന്ന് ഹദീസിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന് നമ്മൾ ഒരു സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കുക. നമ്മൾ നമുക്ക് തന്നെ ഒരു ചെറിയതെങ്കിലും ഒരു സമ്മാനം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തതിന് നമുക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ മറന്നുപോയ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ചെറുപ്പത്തിൻ്റെ വലുപ്പം കണ്ടെത്താൻ പറ്റുന്നവനെ വലുപ്പത്തിൻ്റെ അപാരതയെ സ്പർശിക്കാനുള്ള അർഹത കിട്ടുകയുള്ളൂ എന്ന പാഠം നമ്മൾ മറന്നു പോകരുത്.